വയനാട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ ദുരൂഹമരണത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ഇന്നലെ കീഴടങ്ങിയ SFI കോളേജ് യൂണിയൻ ചെയർമാനായ അരുൺ, യൂണിറ്റ് സെക്രട്ടറി അമൽ, ഇഹ്സാൻ എന്നിവരുടെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തുക. ഇനി 9 പ്രതികളെ പിടികൂടാനുണ്ട്. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, ഓരോ ദിവസം ചെല്ലുന്തോറും ഈ അരുൺ കൊലയ്ക്ക് പിന്നിലെ പ്രതികളുടെ SFI കാടത്തമുള്ള പ്രതികളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വരുന്നുണ്ട്. എന്നാലും ഇന്നലെ 2 പേര് കൂടെ കീഴടങ്ങിയിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ മറ്റു പ്രതികളൊക്കെ തന്നെ ഒളിവിലാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്? തീർച്ചയായും രജനി, ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ പരിശോധനയാണ് നിലവിൽ പോലീസ് നടത്തുന്നത്. കാരണം ഈ സമൂഹത്തിന്റെ നാനാ മേഖലയിൽ നിന്നും അത്രത്തോളം വലിയ പ്രതിഷേധമായിരുന്നു. കാരണം ഇത്തരത്തിൽ ദാരുണമായിരുന്നു ഈ വിദ്യാർത്ഥിയെ ആ കോളേജിന്റെ മുന്നിൽ വെച്ച് 3 ദിവസം തുടർച്ചയായി മർദ്ദിച്ചത്. അതിനുശേഷം വലിയ പ്രതിഷേധമുണ്ടായതിന്റെ ഫലമായാണ് ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത. ആദ്യം 2 ദിവസം മുമ്പായിരുന്നു ഇത്തരത്തിൽ ഈ കോളേജിൽ നിന്നും 6 വിദ്യാർത്ഥികളെ പിടികൂടുന്നത്. അത് കോളേജിലെ തന്നെ SFIയുടെ പ്രവർത്തകരായിരുന്നു. സാധാരണ യൂണിറ്റ് കമ്മിറ്റി അംഗമടക്കമുള്ള പ്രവർത്തകരായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 25ലധികം പേരാണ് ഈ കുട്ടിയെ മർദ്ദിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിനിടയിലായിരുന്നു ഇന്നലെ ഈ കേസിലെ 1ാമത്തെ പ്രതിയെ അഖിലിനെ പാലക്കാട് നിന്നും പിടികൂടിയത്. തുടർന്ന് അഖിലിനെ നിലവിൽ റിമാൻഡിലായിരുന്നു. തുടർന്ന് ഇന്നലെ തന്നെ SFIയുടെ യോഗം ഈ കോളേജിൽ ചേർന്നിരുന്നു. അതിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നിലവിൽ കൂടുതൽ പ്രതികൾ തന്നെ നേരിട്ടെത്തി സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്. ഇന്നലെ തന്നെ ഈ കോളേജിലെ തന്നെ ചെയർമാനായ അരുൺ കീഴടങ്ങിയിരുന്നു. അതിന് പിന്നാലെയായിരുന്നു കോളേജിലെ SFI യൂണിറ്റിന്റെ സെക്രട്ടറി അമൽ, ഇഹ്സാൻ അടക്കമുള്ളവർ കീഴടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം ഒരു പ്രതി കൂടി കസ്റ്റഡിയിലുണ്ടെന്നും പറയുന്നു. അത്തരത്തിൽ 18 പ്രതികളാണ് നിലവിലുള്ളത്. അതിൽ നിലവിൽ 9 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതിൽ 7 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം 2 SFIയുടെ നേതാക്കളെ ഇത്തരത്തിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരാൾ കൂടി പിടിയിലായെന്ന വിവരമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ 18 പേരിൽ 10 പേർ നിലവിൽ പോലീസിന്റെ അറസ്റ്റിലോ കസ്റ്റഡിയിലോ നിലവിലുണ്ട്. ഇനി 8 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഉൾപ്പെടെയാണുള്ളത്. ഷിൻജോ എന്ന് പറയുന്ന പ്രതിയും കാശിനാഥ് ഉൾപ്പെടെയുള്ള 2 പേരായിരുന്നു ഈ മാതാപിതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത് അവരാണ്. അവരെ അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്താൽ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ആ 15-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും ആ കോളേജിൽ എന്ത് നടന്നു എന്ന കാര്യങ്ങൾ വ്യക്തമായ വിവരം ലഭിക്കണമെങ്കിൽ ഈ പ്രധാനപ്പെട്ട പ്രതികൾ അറസ്റ്റിലാകണം. ഈ പ്രതികളാണ് നിരന്തരം ഈ കോളേജിൽ ഈ വിദ്യാർത്ഥികളെ മുൻപും പല വിദ്യാർത്ഥികളെ ഇത്തരം റാഗിങ്ങിന് ഇരയാക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട പ്രതികൾ പിടിയിലായാലേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അതോടൊപ്പം തന്നെയായിരുന്നു ഇപ്പോൾ പിടിയിലായിരുന്നു SFIയുടെ കോളേജിലെ യൂണിയന്റെയും SFI യൂണിറ്റിന്റെ എല്ലാം പ്രധാന നേതാക്കളാണ്. അത്തരത്തിൽ ഇവർക്ക് ഇനി സംരക്ഷണം ഒരുക്കുവാനുള്ള ശ്രമത്തിലാണ് നിലവിൽ SFI. അതിനോടനുബന്ധിച്ചായിരുന്നു ഇന്നലത്തെ ഈ കോളേജിൽ അടിയന്തര കമ്മിറ്റി യോഗമല്ല ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ച ഹോസ്റ്റലിൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള കമ്മിറ്റി യോഗം ഉൾപ്പെടെ ജില്ലാ സെക്രട്ടറിയുടെ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ആ കോളേജിൽ ഇത്തരത്തിലൊരു യോഗം കൂടിയത്. അതിനുശേഷം അതായത് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും വീണ്ടും അവിടെ SFIയുടെ വിളയാട്ടം നടക്കുകയാണ്. അല്ലെങ്കിൽ ഈ SFI സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ എത്തി ഇങ്ങനെ യോഗങ്ങൾ ഒക്കെ തന്നെ ചേരുക. അപ്പം ഇനിയും നിരവധി SFI പ്രവർത്തകർ ഇതിൽ പിടികൂടാനുണ്ട്. അവർക്കൊക്കെ തന്നെ സംരക്ഷണം ഒരുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് SFI. അതുമാത്രമല്ല പോലീസ് കൂടെ ഇന്നലെ കൽപ്പറ്റ DYSP പറഞ്ഞൊരു കാര്യം നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്, അങ്ങനെയുള്ളവരാണോ ഇതിൽ പങ്കെടുത്തതെന്നുള്ള കാര്യം, ഇതിൽ പങ്കാളികളായെന്നുള്ള കാര്യം തങ്ങൾ പറയുന്നില്ല എന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ SFI പ്രവർത്തകർക്ക് കുടപിടിക്കുന്നത് പോലീസും കൂടെ തന്നെയാണ്. തീർച്ചയായും രജനി, അത്തരത്തിൽ തന്നെയായിരുന്നു. കാരണം ഈ കേസിന്റെ തുടക്കത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കോളേജിൽ SFI മാത്രമേ ഉള്ളൂ. SFIയുടെ ഏകാധിപത്യം നിലനിൽക്കുന്ന കോളേജാണ്. അത്തരത്തിൽ തന്നെയായിരുന്നു ആദ്യ സമയങ്ങളിൽ കൽപ്പറ്റ DYSP സജീവന്റെ പ്രതികരണവും. എന്നാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ SFI എന്ന വാക്കുച്ചരിക്കാൻ തന്നെ ഭയപ്പെടുന്ന രീതിയിലാണ് പോലീസിന്റെ ഇത്തരത്തിൽ DYSPയുടെ പ്രതികരണം. അത്തരത്തിൽ ഒരു ഭയപ്പെടുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പോലീസ് സേന അംഗങ്ങൾ തന്നെയുള്ളത്. അതോടൊപ്പം തന്നെയായിരുന്നു ബുധനാഴ്ച സംസ്ഥാന സെക്രട്ടറി ആശ്വര നേതൃത്വത്തിൽ
നേതൃത്വത്തിലാണ് യോഗമുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഈ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു ആ കോളേജിൽ യോഗം നടക്കുന്നത്. കാരണം ഇത്രത്തോളം ഒരു സംഘടനയെ ഇത്രത്തോളം വിദ്യാർത്ഥികളെ ഭയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ആ സംഘടനയുടെ നേതാക്കൾ ആ കോളേജിലേക്ക് കടന്നുവെത്തി വീണ്ടും യോഗം ചേരുകയാണ്. അത് വിദ്യാർത്ഥികളെ കൂടുതൽ ആശങ്കയിലേക്ക് എത്തിക്കും. ഈ പോലീസ് തന്നെ ആദ്യ സമയങ്ങളിൽ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് 130ഓളം കുട്ടികളായിരുന്നു ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് കണ്ടത്. പക്ഷേ ഒരാൾ പോലും ഈ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ മർദ്ദിച്ചതായി പോലീസിന് മൊഴി നൽകാൻ പോലും തയ്യാറായിട്ടില്ല. ആ കോളേജിൽ നിന്നും അന്ന് മരണത്തിന്റെ ഭാഗമായി വീട്ടിലെത്തിയ കുട്ടികളായിരുന്നു ഇത്തരത്തിൽ ഈ അച്ഛന്റെ ചെവിയിൽ ഇത്തരത്തിൽ രഹസ്യമായി പറഞ്ഞത്. എന്നാൽ തുടർന്ന് ഈ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ കുട്ടികളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർ ഫോൺ എടുക്കാതെയും പ്രതികരിക്കാതെയും ഇരിക്കുകയാണ്. അത്തരത്തിൽ ഒരു ഭയപ്പെടുന്ന സാഹചര്യമാണ് ആ കോളേജിൽ നിലവിലും ഉള്ളത്. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഈ നേതാക്കളുടെയും പ്രവൃത്തികൾ ഈ വിദ്യാർത്ഥികൾ ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കോളേജിലേക്ക് ഇത്തരത്തിലുള്ള SFI നേതാക്കൾ കടന്നു ചെല്ലുകയും ഈ ഹോസ്റ്റലിൽ തന്നെ ഈ യോഗങ്ങൾ കൂടുകയാണ്. SFIയുടെ അടിയന്തര യോഗങ്ങൾ കൂടുകയാണ്. അവിടെ കമ്മിറ്റി യോഗങ്ങൾ തീരുമാനിക്കുകയാണ്. അടുത്ത വിദ്യാർത്ഥികൾ എന്ത് സംസാരിക്കണം എന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റിയിലെ തീരുമാനങ്ങളാണ് നിലവിൽ ആ കോളേജിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്, ഇതിപ്പോൾ ഈ സിദ്ധാർത്ഥിന്റെ ജീവൻ നഷ്ടമായപ്പോഴാണ് ഇക്കാര്യം പുറം ലോകം അറിയുന്നത് പോലും. കാരണം ഒരു ഷട്ടിൽ കോട്ട് മാതൃകയിൽ നടുമുറ്റത്തിന്റെ മാതൃകയിലുള്ള ഹോസ്റ്റലിൽ ഒരു ഷട്ടിൽ കോട്ടുണ്ട്. അവിടെ വച്ചിട്ടാണ് ഇങ്ങനെ നഗ്നനായിട്ട് സിദ്ധാർത്ഥിനെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നതൊക്കെ തന്നെ. ഇതൊന്നും തന്നെ നോക്കി നിന്ന വിദ്യാർത്ഥികൾക്ക് പോലും പരാതിപ്പെടാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് ഭയമാണ് SFIയെ. തീർച്ചയായും അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. കാരണം അവിടെ നിരന്തരം ഈ നേതാക്കളുടെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നെങ്കിലും പുറത്തു നിന്ന് ആരെങ്കിലും ആ കോളേജിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഈ ആരാണെന്ന് തിരക്കുകയാണ്. പക്ഷെ ആ തിരക്കുന്ന സമയവും ഈ കോളേജിൽ എത്തുന്ന SFI നേതാക്കൾക്ക് സ്വാതന്ത്ര്യത്തോടെ അകത്ത് കയറി എത്താം. ഈ കോളേജിൽ ഉൾപ്പെടെ SFI നേതാക്കൾക്ക് യോഗം ചേരാൻ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഈ കോളേജ് അധികൃതർ പോലും ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം ആ കോളേജിൽ ഒരുക്കുകയാണ്. അത് മുൻപല്ല സൂചിപ്പിച്ചതായിരുന്നു. ഈ വർഷങ്ങളായി തന്നെ അവിടെ ഒരു കോടതി നിലനിൽക്കുകയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി. കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അവിടെ തന്നെ ആ കോളേജിൽ തന്നെ പരിഹരിക്കുകയാണ്. ഈ അധ്യാപകർക്കോ മറ്റുള്ളവർക്കോ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു റോളുമില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ സംഭവമായി അവിടെ എന്തെങ്കിലും കോളേജിൽ നടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർക്ക് കോളേജിന്റെ ഭാഗത്തുള്ളവർക്ക് പരാതി നൽകുകയാണെങ്കിൽ ഈ അധ്യാപകർ തന്നെ ചോർത്തി കൊടുക്കുകയാണ് ഈ SFI നേതാക്കൾക്ക്. തുടർന്ന് ഇത്തരത്തിലുള്ള പല കേസുകളും ഉൾപ്പെടുത്തി അവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് മുൻപ് ഉണ്ടായിട്ടുള്ളത്. അതായിരുന്നു ഈ സിദ്ധാർത്ഥിനും ഉണ്ടായത്. ഇങ്ങനെ സംഭവം നടന്നതിന് ശേഷം SFIക്ക് ഈ സിദ്ധാർത്ഥിനെതിരെ പരാതി ലഭിച്ചതിന് ശേഷം കോളേജിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഉണ്ടാകുന്നത്. ഭക്ഷണം നൽകില്ല, സുഹൃത്തുക്കളോട് സംസാരിക്കാൻ സമ്മതിക്കില്ല. അത്തരത്തിൽ ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയാണ് ഈ SFI പ്രവർത്തകർ മുൻപും ഇത്തരം നടപ്പിലാക്കിയിരുന്നു. നിലവിലും സിദ്ധാർത്ഥനോടും അത്തരത്തിലായിരുന്നു പെരുമാറിയത്. ശരി, ഇനി ഒരു സിദ്ധാർത്ഥൻ പോലും ഇതുപോലെ ജീവൻ നഷ്ടമാകാൻ പാടില്ല. സംസ്ഥാനത്തെ കലാലയങ്ങളിലെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുക തന്നെ വേണം. അതിന് നിയമപരമായ നടപടികൾ തന്നെ ഉണ്ടാകണം. എന്തായാലും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ ദുരൂഹ മരണത്തിൽ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ കീഴടങ്ങിയ SFI കോളേജ് യൂണിയൻ ചെയർമാനായ അരുൺ, യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ എന്നിവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും. ശ്രീതാണ് വിശദാംശങ്ങൾ നൽകിയത്.